भाई अभी चालू है कितना पैसा? ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. കണ്ണൂർ പോലീസ് മൈതാനത്ത് ഈ വർഷം ആരംഭിച്ച ഓണം ട്രേഡ് ഫെയറിൻ്റെ ഫുൾ വീഡിയോ ആണിത്. അതായത് ഇവിടെ ഓഗസ്റ്റ് 10 നമ്മളെ ബഹുമാനപ്പെട്ട കണ്ണൂർ മേയറാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതായത് 5 ലക്ഷം പൂക്കൾ കൊണ്ട് നിർമ്മിച്ച അതിവിശാലം ഒരു വിസ്മയ ലോകം തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെ ഓണം ഖാദി പ്രദർശന വിൽപ്പന മേളയും നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ടിക്കറ്റ് എടുക്കണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ അവധി ദിവസങ്ങളിൽ രാവിലെ മുതൽ രാത്രി വരെയും അല്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ള കാഴ്ചകൾ ആണ് ഇനി കാണുന്നത്. ഓക്കെ, സെക്യൂരിറ്റിൻ്റെ കയ്യിൽ ടിക്കറ്റ് കൊടുക്കുക. ഇതാ പൂക്കളുടെ വിസ്മയമായ ലോകത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. കയറി അവിടെ തന്നെ അപ്പുറം ഇപ്പുറം ഇതിനുള്ളിലുള്ള എന്തൊക്കെയുണ്ട് എന്നുള്ളത് ഫ്ലെക്സിലായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. കൂടാതെ നല്ല വഴിയോരം ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ അപ്പം ഇതിന് ശേഷം കാണുന്നില്ലേ, പൂക്കൾ കൊണ്ട് തീർത്ത അതിമനോഹരമായ കവാടം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള പൂക്കൾ കൊണ്ട് തീർത്ത ഒരു മായാ ലോകത്തേക്കാണ് നമ്മൾ കയറി ചെല്ലുന്നത്. ഒരുപാട് ദിവസത്തെ മെനക്കേട് കൊണ്ടാണ് ഇങ്ങനെയൊരു പൂക്കളുടെ വിസ്മയ ലോകം ഈ കണ്ണൂർ പോലീസ് മൈതാനത്ത് ഉണ്ടാക്കി തീർത്തത്. ഓക്കെ, കാണുന്നില്ലേ എത്ര മനോഹരമായിട്ടാണ് ഇങ്ങനെ ഒരു കവാടം. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുക എന്തൊരു മെനക്കേടുണ്ടാവും. അതിമനോഹരമായിട്ടുള്ള ഈ ഒരു എന്താ പറയുക, കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഉദ്ഘാടനത്തിന് മുമ്പായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടെത്തുന്തോറും കംപ്ലീറ്റ് ആയിട്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആവുന്ന അത്രയും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഒരുപാട് സംഗതികൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, എല്ലാം വഴിയേ കണ്ടോ. അപ്പോൾ ഈ കൊല്ലത്തെ ഓണം ഫെയറിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പുഷ്പങ്ങൾ തന്നെയാണ്. കാണുന്നില്ല, പുഷ്പം കൊണ്ട് ഒരുപാട് ഡിസൈനുകൾ പല വിധത്തിൽ പല രൂപത്തിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു കാഴ്ച തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലായിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇനി അടുത്ത സെക്ഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതാ കുട കൊണ്ട് അതിമനോഹരമായിട്ട് പാരീസിലൊക്കെ കാണുന്നത് പോലെ ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ എവിടെയോ ഏതോ ലോകത്തെത്തിപ്പെട്ടത് ഒരു ഫീലിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ കാണുന്നില്ലേ എത്ര മനോഹരമായിട്ടുള്ള പൂക്കൾ കൊണ്ടാണ് ഇതൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് സംഗതികൾ ഇവിടെ ആയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സെക്ഷനിലെത്തും തോറും നമുക്ക് ശരിക്കും ഏതോ ഒരു ലോകത്തെത്തിയ മാതിരി ഒരു ഫീലിംഗാണ് നമുക്ക് ഉണ്ടാകുന്നത്. കാണുന്നില്ലേ, ശരിക്കും എന്ന് വെച്ചാൽ ഫോട്ടോസും സെൽഫികൾ എടുക്കുന്ന ഈ ഒരു സ്പിരിറ്റുള്ള ആൾക്ക് ഒക്കെ വേണ്ടിയിട്ടാണ് ഇക്കൊല്ലത്തെ ഓണം ട്രേഡ് ഫെയർ ആരംഭിച്ചിട്ടുള്ളത്. കാരണം അത്രയും ഫോട്ടോ പോയിന്റുകളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.
അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കടക്കുന്നത് പ്രേതാലയത്തിലേക്കാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉദ്ഘാടനത്തിന് മുമ്പായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. എല്ലാം പണി അന്നേരം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ആവുന്ന ഇപ്പോൾ എന്തൊക്കെ ഉണ്ടെന്നുള്ള ചെറിയൊരു കാഴ്ചകൾ നമുക്ക് ഇതിലൂടെ കാണാം. അപ്പോൾ ഗോസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി അതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് റോബോട്ട് കളിയാണ്. അതായത് കുട്ടികൾക്കൊക്കെ ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാം, അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ അതും ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കിടക്കുന്നത് പക്ഷി സങ്കേതത്തിലാണ്. അതായത് മാട്ടൂലുള്ള പോലെ നല്ലൊരു വിശാലമായ സ്ഥലത്ത് ഹാളിനുള്ളിലായിട്ട് ഇത് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നില്ലേ, ഏറ്റവും പ്രായം കൂടിയ ഓന്താണ്. നമുക്ക് ഏരിയവാട് തന്നെ അതിനെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊരു വലിപ്പം നോക്കി. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് പക്ഷിനെല്ലാം ഓപ്പണായിട്ട് ഇങ്ങനെ വിട്ടിട്ടുള്ള പറന്ന് നമ്മളെ തലക്ക് ചുറ്റും പറക്കുന്നതായിട്ടെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അത് കൂടാതെ ഇതുപോലത്തുള്ള പല നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പല ജീവികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് കാണാനുള്ളത് സാധാരണ എല്ലാ മേളകളിലുള്ളത് പോലെ കച്ചവട സ്റ്റാളുകളാണ്. ഒരുപാട് ഫാൻസി ഐറ്റംസ്, അങ്ങനെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, ഫർണിച്ചറുകൾ, അങ്ങനെ പഴയകാല മിഠായി, അങ്ങനെ പല പല ഐറ്റംസ് സാധാരണ മേളയിൽ ഉള്ളത് പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ടും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് മേളകളിലെല്ലാം കാണുന്നത് പോലെ ഫുഡ് കോർട്ടുകളാണ്. അതായത് എല്ലാ മേളകളിലുള്ളത് പോലെ ഇവിടെയും ഫുഡ് കോർട്ട് ഒരുക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി നല്ല വിശാലമായിട്ട് അവിടെ പോയി സാധനമൊക്കെ മേടിച്ച് വന്നിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല ഹാള് തന്നെ ഇവിടെ കസേരയും ചെയറൊക്കെ ഇട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാണാൻ സാധിക്കുന്നത് കുട്ടികൾക്കുള്ള ഗെയിമുകളും റൈഡുകളും ഒക്കെയാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഓണം ഫെയറിൽ സ്പെഷ്യലായിട്ട് ഒരുക്കിയിട്ടുള്ള 2 സംഗതികളുണ്ട്. ഒന്ന് സ്കൈ ഡൈനിങ്. അതായത് ഞാനിപ്പോൾ ഈ ഉദ്ഘാടനത്തിൻ്റെ മുമ്പേ വീഡിയോ ചെയ്തത് കൊണ്ട് അതിൻ്റെ പ്രവർത്തനമാണ് എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. ഏതായാലും സ്കൈ ഡൈനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ആകാശത്ത് പോയിരുന്നു കൊണ്ട് അവിടുന്ന് ഡൈനിങ്ങിൽ ഇരുന്ന് കൊണ്ട് ചായയും കാപ്പിയും അങ്ങനെ ജ്യൂസൊക്കെ കുടിക്കാൻ പറ്റിയ ഇതായി കാണുന്നില്ലേ, ഇതാണ് ഇപ്രാവശ്യത്തെ ഹൈലൈറ്റ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 150 രൂപയാണ് ഒരാൾക്ക് ഇതിൽ കയറണമെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ആകാശത്ത് പോയിരുന്നു കൊണ്ട് ചായയോ ജ്യൂസോ കുടിക്കാൻ പറ്റും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ഫാമിലി ആയിട്ട് ഇവിടെ ഒന്ന് സന്ദർശിക്കുക. ഏതായാലും സ്കൂളൊക്കെ പൂട്ടിയതല്ലേ, കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഒരുപാട് റൈഡുകൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾക്ക് കാണാനുണ്ട്. എനിക്കെല്ലാം ഉൾപ്പെടുത്താൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇതുപോലുള്ള കണ്ണൂർ വിശേഷങ്ങൾ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. എല്ലാവിധ സപ്പോർട്ടും തരിക. ഓക്കെ, അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.